നിങ്ങൾ നിങ്ങളുടെ ഡെവലപ്മെന്റ് ജേർണിയിൽ എപ്പോഴെങ്കിലുമൊക്കെ കേട്ടിട്ടുള്ള രണ്ട് വേർഡ്സ് ആയിരിക്കും മോണോലിത്തും മൈക്രോ സർവീസസും. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ നിങ്ങൾ മസ്റ്റ് ആയിട്ടും അറിഞ്ഞിരിക്കേണ്ട ഈ രണ്ട് ടെക്നിക്കൽ ടേംസിനെ കുറിച്ചാണ് കേട്ടോ. അതായത് നമ്മളൊരു ഓൺലൈൻ ഷോപ്പിംഗ് ആപ്പ് എക്സാമ്പിൾ ആയിട്ട് എടുത്തിട്ട് ഇത് രണ്ടും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യും. അതുപോലെ അതിന്റെ പ്രോസ് ആൻഡ് കോൺസും ഇത് തമ്മിലുള്ള ഡിഫറൻസും എപ്പോഴാണ് നിങ്ങൾക്ക് മോണോലിത്ത് യൂസ് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ എപ്പോഴാണ് മൈക്രോ സർവീസസിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മോണോലിത്തിക് ആർക്കിടെക്ചറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഈ മോണോലിത്തിക് ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എൻറ്റയർ ആപ്ലിക്കേഷൻ ഇല്ലേ അത് നമ്മൾ ബിൽഡ് ചെയ്യുന്നത് ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഓൺലൈൻ ഷോപ്പിംഗ് ആപ്ലിക്കേഷന്റെ ഡിഫറെന്റ് പാർട്ട് നമ്മൾ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് വരുന്നത് ഒരു യൂസർ ഒതന്റിക്കേഷൻ പാർട്ട് ഉണ്ടാവില്ലേ, ഇമ്പോർട്ടന്റ് ആയിട്ട്. അതുപോലെ നമ്മുടെ കാർഡ് സർവീസ് ഉണ്ടാവും, പ്രോഡക്റ്റ് സർവീസ് ഉണ്ടാവും, ഓർഡർ സർവീസ് ഉണ്ടാവും, പേയ്മെന്റ് സർവീസ് ഉണ്ടാവും. അപ്പം ഇതെല്ലാം ഈ ഒരു മോണോലിത്തിന്റെ കേസിലാണെങ്കിൽ ഒരു സിംഗിൾ കോഡ് ബേസിന്റെ പാർട്ട് ആയിരിക്കും. അതായത് ഒരു സിംഗിൾ റെപ്പോസിറ്ററിയിലായിരിക്കും ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ടൈറ്റ്ലി കപ്പിൾഡ് ആയിരിക്കും. അപ്പം അപ്പൊ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനറ്റ് ആയിട്ടും എല്ലാ പ്രൊജക്റ്റും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഒരു ചെറിയ ടീം അല്ലെങ്കിൽ ഒരു സ്മോൾ പ്രൊജക്റ്റ് ആയിരിക്കും അല്ലെ. അപ്പം അവിടെ ഈസി ആയിരിക്കും, കാരണം എല്ലാം ഒരു സിംഗിൾ പ്ലേസിലാണുള്ളത്. ഡിപ്ലോയ്മെന്റ് ആണെങ്കിലും ഈസിയാണ്, കാരണം ഡിഫറെന്റ് പീസസ് ആയിട്ടല്ല സ്പ്ലിറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ കോംപ്ലക്സ് ആയിട്ടുള്ള കോർഡിനേഷനും കമ്മ്യൂണിക്കേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഡെവലപ്പേഴ്സിനാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും കോഡ് ബേസ് അണ്ടർസ്റ്റാൻഡ് ഒക്കെ ഈസി ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ പ്രൊജക്ട് ഗ്രോ ചെയ്യുവാണെന്ന് വിചാരിച്ചോ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഷോപ്പിംഗ് കാർട്ടിൽ ഒരു വലിയൊരു ഫ്ലാഷ് സെയിൽ വന്നു. ആ സമയത്ത് നമുക്ക് പ്രോഡക്റ്റ് കാറ്റലോഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ അഫക്ട് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് ആ ഒരു പാർട്ട് മാത്രം സ്കെയിൽ അപ്പ് ചെയ്യേണ്ടി വരും. പക്ഷേ നമ്മളെല്ലാം ഒരു സിംഗിൾ കോഡ് ബേസ് ആയിട്ട് ഡെവലപ്പ് ചെയ്തത് കൊണ്ട് ഇൻ കേസ് നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഒരു എൻറ്റയർ ആപ്ലിക്കേഷൻ അവിടെ സ്കെയിൽ അപ്പ് ചെയ്യേണ്ടി വരും. അപ്പോഴെന്താ ഈ ഒരു പ്രോസസ്സ് എക്സ്പെൻസീവ് ആവും. ഇനി വേറൊരു കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ബഗ് നമ്മുടെ സിസ്റ്റത്തിൽ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പൊ എന്താ, ചിലപ്പോൾ എൻറ്റയർ ആപ്ലിക്കേഷനെ അത് ക്രാഷ് ചെയ്യും. ഇനി അതല്ല, നമ്മുടെ ഒരു പേയ്മെന്റ് സിസ്റ്റത്തിൽ നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ അപ്ഡേറ്റ് കൊണ്ടുവരുവാണെങ്കിൽ തന്നെ ഇത് ഡിപ്ലോയ് ചെയ്യുന്നതും എപ്പോഴും ഒരു സിംഗിൾ യൂണിറ്റ് ആയിട്ടായിരിക്കും. അതായത് എഗെയിൻ ആൻഡ് എഗെയിൻ എൻറ്റയർ ആപ്ലിക്കേഷൻ നമ്മൾ ഡിപ്ലോയ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഈവൻ നമ്മൾ അതിന്റെ ബാക്കിയുള്ള പോർഷനിൽ ചേഞ്ച് ചെയ്തിട്ടില്ല എങ്കിലും എഗെയിൻ ഡൗൺ ടൈം കൂടൂലേ, അതും നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ അഫക്ട് ചെയ്യും. പിന്നെ അതാണ് ഇപ്പൊ ചേഞ്ചസിന് ഹൈ റിസ്ക് ആണുള്ളത്. അതുപോലെ ഏറ്റവും വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ടെക്നോളജി ലോക്ക് ആണ്. അതായത് എഗെയിൻ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു സിംഗിൾ കോഡ് ബേസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ അല്ലെങ്കിൽ ഒരു ഫ്രെയിം വർക്കിൽ നമ്മൾ സ്റ്റക്ക് ആയിരിക്കും. ഇപ്പം ഏതെങ്കിലുമൊക്കെ സ്പെഷ്യൽ പാർട്ടികൾക്ക് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ പേയ്മെന്റ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് കാറ്റലോഗിനൊക്കെ കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പുതിയൊരു ഫ്രെയിം വർക്കിലേക്ക് അല്ലെങ്കിൽ ടെക് സ്റ്റാക്കിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഡിഫിക്കൽട്ട് ആണ്. കാരണം നമ്മൾ എൻറ്റയർ ആപ്ലിക്കേഷൻ എഗെയിൻ എന്ത് ചെയ്യേണ്ടി വരും, ആ ഒരു പുതിയ പാർട്ടിലേക്ക് കൊണ്ടുവരേണ്ടി വരും. അപ്പം ഇതുകൊണ്ടൊക്കെയാണ് നമ്മൾ മൈക്രോ സർവീസസിലേക്ക് ഇപ്പം വലിയ വലിയ കമ്പനീസ് ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്താണ് ഈ ഒരു മൈക്രോ സർവീസസ് ആർക്കിടെക്ചർ നോക്കാം. മൈക്രോ സർവീസസിലേക്ക് വരുമ്പം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഒരു വൺ ബിഗ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, അതിനെ സെവറൽ ഇൻഡിപെൻഡന്റ് സർവീസസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെന്ന് വിചാരിച്ചോ. അതായത് ഓരോ സർവീസിനും നമ്മുടെ ബിസിനസിന്റെ ഓരോ റിക്വയർമെന്റ് ആണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് 2-3 സർവീസസ് ആയിട്ട് നമ്മളിത് ക്രിയേറ്റ് ചെയ്യുവാണ്. ഇപ്പം യൂസർ ഒതന്റിക്കേഷന് വേണ്ടിയിട്ട് യൂസർ അക്കൗണ്ട് സർവീസസ്, അതുപോലെ പ്രോഡക്ട്സിന്റെ ഡാറ്റനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പ്രോഡക്റ്റ് കാറ്റലോഗ് സർവീസ്, പിന്നെ കാർഡ്സിനെ മാനേജ് ചെയ്യാൻ വേണ്ടി ഷോപ്പിംഗ് കാർഡ് സർവീസ്, പേയ്മെന്റ് ട്രാൻസാക്ഷൻ മാനേജ്മെന്റിന് വേണ്ടിയിട്ട് പേയ്മെന്റ് സർവീസ്. ഇങ്ങനെ 4 സർവീസ്, ഇനി എത്രയാണ് വേണോ അത്രയും സർവീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. ഇത് എങ്ങനെയാന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെയായിരിക്കും ആക്ട് ചെയ്യുന്നത്. അതായത് കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ്, അതിവിടെ വരുന്ന ചേഞ്ചസ് ആണെങ്കിലും ബഗ്സ് ആണെങ്കിലും എന്താണെങ്കിലും ഇപ്പൊ നമ്മുടെ ഒരു കമ്പനിയിൽ ഡിഫറെന്റ് ആയിട്ടുള്ള പ്രൊജക്ട് വർക്ക് ചെയ്യുന്നത് പോലെ കംപ്ലീറ്റ്ലി ഇൻഡിപെൻഡന്റ് ആയിരിക്കും. പക്ഷെ അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഓരോരുത്തർക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട് അവരുടെ സ്വന്തം ഡാറ്റാബേസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇൻ കേസ് ചെറിയ ചെറിയ സർവീസസ് ആണെന്നുണ്ടെങ്കിൽ കോമൺ ഡാറ്റാബേസ് ഷെയർ ചെയ്യാം. ഇതൊക്കെ എത്ര നമ്പർ ഓഫ് സർവീസസ് വേണം, എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യണം എന്നൊക്കെ നമ്മുടെ ബിസിനസ് സിനാരിയോയും നമ്മുടെ കമ്പനീനെയും നമ്മുടെ റിക്വയർമെന്റിനെയും ഒക്കെ അനുസരിച്ചാണ്. അതിന് ഹാർഡ് കോഡ് ആയിട്ടൊരു സ്പെസിഫിക് റൂൾ ഒന്നുമില്ല, ഇങ്ങനെ ചെയ്യാവുള്ളൂ എന്നുള്ളത്. അത് നമ്മുടെ ആ ഒരു പ്രോഡക്റ്റിനെ അനലൈസ് ചെയ്തിട്ട് തന്നെ നമ്മൾ തന്നെ തീരുമാനിക്കേണ്ട കേസാണ്.
വൺസ് ഈ മൈക്രോ സർവീസ് ഒക്കെ ബിൽഡ് ചെയ്ത് നമ്മുടെ പ്രൊജക്ട് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇവിടെ ഒരു ഇവന്റ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റിക്വസ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് API ഗേറ്റ്വേ ത്രൂ ആയിരിക്കും. അതായത് ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് API ത്രൂ ആയിരിക്കും. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മുടെ ഒരു കസ്റ്റമർ അവരുടെ കാർട്ടിലേക്ക് പുതിയൊരു ഐറ്റം ആഡ് ചെയ്തിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു API ഗേറ്റ്വേയിലേക്കായിരിക്കും ഒരു റിക്വസ്റ്റ് ഫസ്റ്റ് വരുന്നത്. ഇതിപ്പോ നമ്മുടെ ഒരു ട്രാഫിക് കൺട്രോളർ പോലെയാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവരാണ് റൈറ്റ് സർവീസസിലേക്ക് ഈ ഒരു റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് ഈ ഐറ്റത്തിനെ ആഡ് ചെയ്യുന്ന വരുന്ന സമയത്ത് ഷോപ്പിംഗ് കാർട്ട് സർവീസിലേക്ക് API ഗേറ്റ്വേ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്യും. അപ്പൊ ഷോപ്പിംഗ് കാർട്ട് സർവീസസിന് വേറെ രണ്ട് സർവീസസിന്റെ ആവശ്യമുണ്ടല്ലേ, അതായത് ഒന്ന് പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് അവർക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ളത് കാണിച്ചു കൊടുക്കണം. അപ്പോൾ പ്രോഡക്റ്റ് കാറ്റലോഗ് സർവീസസിലേക്ക് ഈ ഒരു എഗെയിൻ അവര് അതായത് നമ്മളിപ്പോ ഷോപ്പിംഗ് കാർട്ട് സർവീസിൽ നിന്നിട്ട് പ്രോഡക്റ്റ് കാറ്റലോഗ് സർവീസസിന്റെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻവെന്ററി സർവീസസിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കാരണം സ്റ്റോക്ക് ഡീറ്റെയിൽസ് ഒക്കെ അറിയാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ഒരു സെപ്പറേറ്റ് ആയിട്ട് വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള API ത്രൂ ആയിരിക്കും മാനേജ് ചെയ്യുന്നത്. അതായത് ഇപ്പൊ നിങ്ങൾ ചോദിക്കും, ഓരോ സർവീസസും ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സർവീസസ് ആണല്ലോ, ആക്ച്വലി അതെങ്ങനെയാണ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന്. അപ്പൊ രണ്ട് വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ പോസിബിൾ ആണ്. സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനും അസിങ്ക്രണസ് കമ്മ്യൂണിക്കേഷനും. അതിൽ സിങ്ക്രണസ് കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കൂടുതൽ പരിചയം ഉണ്ടാവും. അതായത് കോമൺ വേയിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്നത് നമ്മുടെ റെസ്റ്റ് APIs ഇല്ലേ, HTTP HTTPS റിക്വസ്റ്റ് ത്രൂ ആണ്. അതായത് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റ് കാറ്റലോഗ് ഷോപ്പിംഗ് കാർട്ട് സർവീസ് ആണെങ്കിൽ അവരുടെ റിക്വസ്റ്റ് ഈ ഒരു പ്രോഡക്റ്റ് കാറ്റലോഗ് സർവീസസിലേക്ക് ഫോർവേഡ് ചെയ്യും, API റിക്വസ്റ്റ് ചെയ്യും, അതിന്റെ റെസ്പോൺസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. വൺസ് ഇത് റെസ്പോൺസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇതിന്റെ വർക്ക് കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഒരു ഓർഡർ സർവീസസിന് ഫോർവേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പേയ്മെന്റ് ട്രാൻസാക്ഷൻ നടക്കണം അല്ലേ. അപ്പോൾ പേയ്മെന്റ് സർവീസസ് കംപ്ലീറ്റ് പേയ്മെന്റ് സർവീസസ് ലേക്ക് ആ റിക്വസ്റ്റ് ഫോർവേഡ് ചെയ്ത് അതിന്റെ റെസ്പോൺസ് കിട്ടിയാലേ ഓർഡർ സർവീസസിന് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് സക്സസ്ഫുള്ളി എന്നുള്ള മെസ്സേജ് കാണിക്കാൻ വേണ്ടി പറ്റൂ. അപ്പോൾ ഓർഡർ സർവീസ് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യും. വൺസ് ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ അതിന്റെ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും. ഇവിടെ ഒരു വെയിറ്റ് ഓരോന്നും കംപ്ലീറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇൻ ബിറ്റ്വീൻ ഒരു വെയിറ്റ് ഉണ്ടാവും. ഇനി രണ്ടാമത്തെ അസിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് മെസ്സേജ് ബ്രോക്കർ ത്രൂ ആണ്. അതായത് ഈ സർവീസസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു മെസ്സേജ് ക്യൂ അല്ലെങ്കിൽ ഒരു ഇവന്റ് ബസ് ഉണ്ടാവും, അതിലേക്ക് മെസ്സേജസ് സെൻഡ് ചെയ്യും. അത് നമ്മളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടോപ്പിക് ആണ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അതായത് ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വെയിറ്റിംഗ് ഉണ്ടാവില്ല. ഇപ്പൊ വൺസ് ഓർഡർ സർവീസസ് ഓർഡർ സക്സസ്ഫുള്ളി പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു മെസ്സേജ് ക്യൂലേക്ക് സെൻഡ് ചെയ്യും. പിന്നെ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ഷിപ്പിംഗ് സർവീസ് ആണെങ്കിലും ഇൻവെന്ററി സർവീസ് ആണെങ്കിലും അവരാണ് ഇവരിനെ സബ്സ്ക്രൈബ് ചെയ്ത് അതിനനുസരിച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഓർഡർ സർവീസിന് അവിടെ ഫർദർ ആയിട്ട് വെയിറ്റ് ചെയ്യേണ്ടതൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു സെർവർലെസ് ഡിപ്പെൻഡൻസി കോൺസെപ്റ്റ് ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ആയിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ രണ്ടു വിധത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇവിടെ അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. മെസ്സേജ് ബ്രോക്കർ ത്രൂ അല്ലെങ്കിൽ റെസ്റ്റ് APIs ത്രൂ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ മൈക്രോ സർവീസസിന്റെ അഡ്വാൻറ്റേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഇൻഡിപെൻഡന്റ് സ്കെയിലിംഗ് ആയിരിക്കും അല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു ഹെവി ലോഡ് വന്നു നമ്മുടെ ഒരു ആപ്ലിക്കേഷനെങ്കിൽ പ്രോഡക്റ്റ് കാറ്റലോഗ് സർവീസിന് നമുക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ട് സ്കെയിൽ അപ്പ് ചെയ്യാം. കൂടുതൽ റിസോഴ്സസിനെ ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ ബാക്കിയുള്ള സർവീസസിനെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ നമ്മുടെ കോസ്റ്റ് സേവ് ചെയ്യാം മാക്സിമം. അതുപോലെ തന്നെ ഫാസ്റ്റ് ഡെവലപ്മെന്റ് സൈക്കിൾ ആയിരിക്കും, കാരണം ഓരോ ഡെവലപ്മെന്റ് ടീമിനും അവരുടെ ആ ഒരു ഇൻഡിപെൻഡന്റ് സർവീസസിൽ വർക്ക് ചെയ്താൽ മതി. അവരുടെ പുതിയ ചേഞ്ചസ് ആണെങ്കിലും ഡിപ്ലോയ്മെന്റ് ആണെങ്കിലും ഒക്കെ ഇൻഡിപെൻഡന്റ് ആയിട്ടായിരിക്കും നടക്കുന്നത്. സോ കസ്റ്റമർ സൈഡിലേക്ക് ഫാസ്റ്റ് ആയിട്ട് അവരുടെ ആ ഒരു സ്പെസിഫിക് ഫീച്ചർ അവർക്ക് എത്തിക്കാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഫാൾട്ട് ഐസൊലേഷൻ ആണെങ്കിലും, അതായത് ഇൻ കേസ് നമ്മുടെ ഒരു പേയ്മെന്റ് സർവീസസിന് എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടെന്ന് വിചാരിച്ചു, അത് ഡൗൺ ആയി ആ പ്രോസസ്സ്, ബാക്കിയുള്ള യൂസർ ലോഗിൻ ആണെങ്കിലും അല്ലെങ്കിൽ പിന്നെ പ്രോഡക്റ്റ് ബ്രൗസ് ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ കാർട്ടിലേക്ക് ഐറ്റം ആഡ് ചെയ്യുന്നതൊക്കെ യൂസറിന് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഇപ്പൊ നൈക്കയിലൊക്കെ കണ്ടിട്ടില്ലേ, ചിലപ്പം പേയ്മെന്റിന്റെ സ്ഥലത്ത് സ്റ്റക്ക് ആയിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് സ്റ്റിൽ പ്രോഡക്റ്റ് ബ്രൗസ് ചെയ്യാനും ആഡ് ചെയ്യാനൊക്കെ പറ്റും. അതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഫങ്ഷണൽ ആയിരിക്കും, ഒരു സ്പെസിഫിക് പാർട്ടിന് ഇഷ്യൂ ഉണ്ടാവുള്ളൂ, അത് ക്വിക്കായിട്ട് ഫിക്സ് ചെയ്യാം. ഇനി ടെക്നോളജി ഡൈവേഴ്സിറ്റി, ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ ടീമിനും അല്ലെങ്കിൽ ഓരോ സർവീസസിനും ഇൻഡിപെൻഡന്റ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജും ഡാറ്റാബേസ് കോൺസെപ്റ്റും ഫ്രെയിംവർക്കും ഒക്കെ അവരുടെ ടാസ്കിനനുസരിച്ച് ചൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതുപോലെ അപ്ഡേഷൻ ആണെങ്കിലും ഈസിയാണ്, കാരണം ഓരോ സർവീസസും
ഇൻഡിപെൻഡന്റ് ആയതുകൊണ്ട് തന്നെ അപ്ഡേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു സിംഗിൾ സർവീസിനെ നമുക്ക് നമ്മുടെ എൻറ്റയർ ആപ്ലിക്കേഷൻ അഫക്റ്റ് ചെയ്യാതെ തന്നെ റീപ്ലേസ് ചെയ്യാനൊക്കെ പറ്റും. ഇതൊക്കെയാണ് ഇതിന്റെ മെയിൻ അഡ്വാൻറ്റേജ്. എന്നാ പിന്നെ ഇനി നേരെ ഞാൻ മോണോലിത്തിന്ന് മൈക്രോ സർവീസസിലേക്ക് മൂവ് ചെയ്യാന്ന് പറഞ്ഞ ആ ഒരു ഡിസിഷൻ എടുക്കാൻ വരട്ടെ. ഇതിനും ഇവർക്കും ഇവരുടേതായ ഒരു സെറ്റ് ഓഫ് ചലഞ്ചസ് അല്ലെങ്കിൽ ഡിഫിക്കൽട്ടീസ് ഉണ്ട് ട്ടോ. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമുക്ക് തന്നെ മനസ്സിലാവും അവരുടെ ഓപ്പറേഷണൽ കോംപ്ലക്സിറ്റി ആണ്. അതായത് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരുപാട് സർവീസസ് വരുമ്പം ഒരു സിംഗിൾ കോഡ് ബേസിനെ മാനേജ് ചെയ്യുന്നതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിരിക്കും അല്ലേ? എസ്പെഷ്യലി നമ്മൾ റോബസ്റ്റ് ആയിട്ടുള്ള ഒരു കുറച്ച് സെറ്റ് ഓഫ് ടൂൾസ് നമ്മുടെ ഡിപ്ലോയ്മെന്റിനാണെങ്കിലും അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് വരുന്ന മോണിറ്ററിങ്ങിനും ലോഗിങ്ങിനും ഒക്കെ ഡെഫിനറ്റ് ആയിട്ടും ഇംപ്ലിമെന്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഡാറ്റ കൺസിസ്റ്റൻസി ആണ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഓരോ സർവീസസിനും നമുക്ക് സെപ്പറേറ്റഡ് ആയിട്ട് ഓരോ ഡെഡിക്കേറ്റഡ് ഡാറ്റാബേസിനെ ഇംപ്ലിമെന്റ് ചെയ്യാന്ന്. അവിടെ നമ്മൾ കൺസിസ്റ്റൻസി എൻഷുർ ചെയ്യണം. പിന്നെ വരുന്നത് ഡീബഗിങ്ങിന്റെ കേസാണ്. അതായത് ഒരു സിംഗിൾ കോഡ് ബേസിൽ നമ്മൾ ഒരു ബഗ് ട്രേസ് ചെയ്യുന്നതിനേക്കാളും ഡിഫിക്കൽട്ട് ആയിരിക്കും ഈ ഒരു മൾട്ടിപ്പിൾ സർവീസസിനെ ക്രോസ് ആയിട്ട് ട്രേസ് ചെയ്യുന്നത്. പിന്നെ നെറ്റ്വർക്ക് ഓവർ ഹെഡ് ആണെങ്കിലും ലേറ്റൻസി ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇനി എനിക്ക് ഞാനൊരു റിയൽ ലൈഫ് സ്റ്റോറി പറയാം. അതായത് നെറ്റ്ഫ്ലിക്സ് നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം ആണല്ലേ. അപ്പൊ ഇനീഷ്യലി ഒരു 2009 വരെ അവർക്ക് നല്ല ഫേമസ് ആയിട്ട് ഇപ്പോഴും അതെ ഈ ഓടിക്കൊണ്ടിരുന്ന ഒരു ഇതായിരുന്നു. അതായത് എസ്പെഷ്യലി അവരുടെ DVD റെന്റൽസ് ആണെങ്കിലും അല്ലെങ്കിൽ സ്ട്രീമിംഗ് സർവീസസ് ഒക്കെ. പക്ഷെ 2009 അവർക്കൊരു നിങ്ങൾ ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും മാസീവ് ആയിട്ടൊരു 3 ഡേ ഔട്ടേജ് വന്നിട്ടുണ്ടായിരുന്നു. അതായത് പെട്ടെന്ന് ഈ ഒരു ഇത് വന്നപ്പം ബ്രേക്ക് ഡൗൺ ആയ സമയത്ത് അവർക്ക് മണി ലോസ് ആയത് മാത്രമല്ല അവർക്ക് യൂസേഴ്സിന് അവരുടെ മേലെയുള്ള ട്രസ്റ്റ് ഡ്രോപ്പ് ആയി. ഡെവലപ്പേഴ്സ് ആണെങ്കിലും പാനിക്കായി. നമുക്കറിയാലോ ഒരു ഒരു 1 അവർ ഡൗൺ ആവുന്നത് പോലെയല്ലല്ലോ ഒരു 3 ഡേ ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ സിസ്റ്റം ഡൗൺ ആയി പോവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതിൽ നിന്ന് അവർക്ക് മനസ്സിലായത് അവരുടെ ഏറ്റവും വലിയ ഇഷ്യൂ എന്ന് പറയുന്നത് അവർ ഇപ്പം ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു മോണോലിത്ത് സർവീസ് ആണ്. സോ അവരെന്ത് ചെയ്തു ഈ ആർക്കിടെക്ചറിനെ ബ്രേക്ക് ചെയ്തിട്ട് AWS അതായത് ആമസോൺ വെബ് സർവീസസ് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് മാറി. നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടൊരു വീഡിയോ AWS ഞാൻ ഡെവോപ്സിൽ പ്ലാൻ ചെയ്യുന്നുണ്ട് ട്ടോ. നമുക്കറിയാലോ അവിടെ സെർവർലെസ് കോൺസെപ്റ്റ് ആണല്ലോ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് വരുന്നില്ല. സോ അവര് ഇത് ത്രൂ മൈക്രോ സർവീസസ് ബിൽഡ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. സോ ഇപ്പൊ അവരുടെ ചെക്ക് ചെയ്യുവാണെങ്കിൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് നെറ്റ്ഫ്ലിക്സിന് ഓരോന്നിനും സെപ്പറേറ്റ് മൈക്രോ സർവീസ് ഉണ്ട്. ഇപ്പോൾ ഓതന്റിക്കേഷൻ മൈക്രോ സർവീസ്, വീഡിയോ മൈക്രോ സർവീസ്, റെക്കമെൻഡേഷൻ മൈക്രോ സർവീസസ്, പിന്നെ അവരുടെ ബില്ലിംഗ് ആണെങ്കിലും സെർച്ചിങ് ആണെങ്കിലും മൈക്രോ സർവീസസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. സോ ഒന്നും കൂടി എന്തായി അവരുടെ ഒരു സിസ്റ്റം റോബസ്റ്റ് ആയി. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് ആർക്കിടെക്ചറാ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ റിക്വയർമെന്റിന്റെയും നമ്മുടെ പ്രോജക്ട് നേച്ചറിനെയും അനുസരിച്ചായിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നത് നിങ്ങളുടെ പ്രൊജക്ടിന്റെ സിംപ്ലിസിറ്റിയിലും അതുപോലെ ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ഫാസ്റ്റർ ഡെവലപ്മെന്റ് ആണ് വേണ്ടത്. ഒരു സ്മോൾ സ്കെയിൽ ആപ്ലിക്കേഷൻ ആണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത് ഈ ഒരു മോണോലിത്തിക് ആർക്കിടെക്ചർ ആയിരിക്കും. അതിനൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ് സ്റ്റാക്ക് ഓവർഫ്ലോ. അതൊരു സിമ്പിൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമിംഗ് Q&A സൈറ്റിൽ നമ്മളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അവരൊരു വെൽ ഡിസൈൻ ലാർജ് മോണോലിറ്റിക് ആർക്കിടെക്ചറിൽ തന്നെയാണ് ഇപ്പോഴും വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഒരു സ്മോൾ ടു മീഡിയം സ്കെയിൽ ബിസിനസ്സിന് അല്ലെങ്കിൽ ഒരു ലോക്കൽ ഇ-കൊമേഴ്സ് സൈറ്റിനൊക്കെ ആണെങ്കിൽ ഈ മോണോലിറ്റ്സ് തന്നെ പെർഫെക്റ്റ് ആയിരിക്കും. എന്താ മൈക്രോ സർവീസസിന്റെ ഓവർ ഹെഡിലേക്ക് അവർ മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി വേറൊരു ഭാഗത്തും ചിന്തിക്കുന്ന സമയത്ത് ഇപ്പൊ ഫേമസ് കമ്പനീസ് ഒക്കെ ഇല്ലേ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ചേഞ്ചസും ഡിസ്ട്രിബ്യൂട്ടഡ് ടീംസ് ഒക്കെ വരുന്ന ഇപ്പോൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നെറ്റ്ഫ്ലിക്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തല്ലോ, അല്ലെങ്കിൽ ഇപ്പൊ ആമസോൺ, യൂബർ, സ്പോട്ടിഫൈ അല്ലെങ്കിൽ ഈബേ ഇവർക്കൊക്കെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ ട്രാഫിക് ഇൻക്രീസ് ആവും. സോ ഇവർക്ക് മൈക്രോ സർവീസിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഇവര് മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് ആർക്കിടെക്ചറിനും അതിൻ്റെതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നിങ്ങൾ എയിം ചെയ്യുന്നത് നിങ്ങളുടെ ഒരു പ്രൊജക്ടിന്റെ സിംപ്ലിസിറ്റി ആണെങ്കിലും അതുപോലെ തന്നെ ഫാസ്റ്റ് പെർഫോമൻസും ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മോണോലിത്തിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പൊ നിങ്ങളുടെ ഒരു ലാർജ് സ്കെയിൽ ആപ്ലിക്കേഷൻ ആണ്, എന്താ പറയുക, ഒരു സ്കെയിലബിലിറ്റിയും അതുപോലെ തന്നെ പാരലൽ ആയിട്ട് മൾട്ടിപ്പിൾ സർവീസസ് ഒക്കെ റൺ ചെയ്യുന്നുണ്ടെങ്കിൽ മൈക്രോ സർവീസസിലേക്ക് അതിന്റെ അസിൻക്രണസ് അല്ലെങ്കിൽ സിൻക്രണസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡിലേക്കൊക്കെ നിങ്ങൾക്ക് മൂവ് ചെയ്യാവുന്നതാണ് ട്ടോ. അപ്പം ഈ ഒരു ടോപ്പിക്കിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം ഡെഫിനറ്റ് ആയിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നെക്സ്റ്റ് ടൈം നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട വീഡിയോസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതിലും കമന്റ് ചെയ്യാം ട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.